കാഞ്ഞിരപ്പള്ളിയിൽ തനിക്ക് NDA സീറ്റ് നിഷേധിച്ചതിനു പിന്നിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്ന BJP-യിൽ നിന്ന് പുറത്തായ നോബൽ മാത്യു ഗ്രൂപ്പ് അടിസ്ഥാനമാക്കിയുള്ള വീതവെപ്പാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കണ്ടതെന്ന് നോബൽ മാത്യു കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥി പട്ടികയെ വിമർശിച്ചതിന്റെ പേരിൽ പാർട്ടി തന്നെ പുറത്താക്കിയെങ്കിൽ തനിക്കും ആ പാർട്ടി വേണ്ട, മറ്റു പാർട്ടികളിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും നോബൽ മാത്യു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അബ്ദുൾ റഹീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ആ സ്ഥാനാർത്ഥി പട്ടികയെ വിമർശിച്ചതിന്റെ പേരിൽ പുറത്തു പോകേണ്ടി വന്നയാളാണ് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള നോബൽ മാത്യു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താകലിന്റെ വക്കിലാണ്. നിലവിൽ ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് മുന്നോട്ടുള്ള തീരുമാനങ്ങൾ? ഞാൻ ഇന്നലെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്തിന് വരുന്ന വഴിക്ക് 2-3 മാധ്യമക്കാരെന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ഉടനെ പ്രകാശ് ജാവ്ദേക്കർജി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകാം, ഒരു കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹത്തിന് മത്സരിക്കണ്ടേ, കാലാവധി കഴിയുന്ന ആളല്ലേ, അദ്ദേഹത്തിന് മത്സരിക്കണ്ടേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സുരേഷ് വിളിച്ചിരുന്നു. സുരേഷും പറഞ്ഞു, ഇങ്ങനെ ഇന്നത്തെ നോബൽജിയുടെ വികാരമൊക്കെ മനസ്സിലാവും ഒക്കെ. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് നേരെ എറണാകുളത്തേക്ക് പോകുന്നു. അപ്പം മാനസികമായിട്ട് ഞാനൊരു രാഷ്ട്രീയമായിട്ടൊക്കെ ആയിട്ട് ഒരു ലോ പ്രൊഫൈലിൽ നിൽക്കുകയും പിന്നീട് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനിച്ചു. നമുക്ക് വയസ്സ് 63 അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഒരു ധ്യാനമൊക്കെ കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ചപ്പം ഇവിടെ വരുമ്പോഴാണ് വൈകിട്ട് കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ തന്നെ വിളിക്കുന്നത്. എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവോടെ ചെന്നു. അപ്പോൾ അത് ചെയ്തതിൻ്റെ പിന്നിലൊക്കെ ജോർജ് കുര്യനൊക്കെ വലിയ കൈയുണ്ട്. അദ്ദേഹമൊക്കെ രാഷ്ട്രീയം, ഈ പ്രസ്ഥാനത്തെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ഒരാളെ പോലും കൊണ്ടുവരാൻ ജോർജ് കുര്യന് സാധിച്ചിട്ടില്ല. ഞാനിതിൻ്റെ അത് വന്ന ശേഷം ഞാൻ BJP-യുടെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ 22,500 വരെ കൊണ്ടുവന്നതാണ്. അതിനുശേഷം BJP-യുടെ മെമ്പർഷിപ്പ്, ഇലക്ഷൻ സംബന്ധിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിന് 686 വരെ ചേർത്ത് അങ്ങനെയൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലും മണ്ഡലം തലത്തിലും ഒക്കെ പ്രവർത്തിച്ച. എങ്ങനെയാണ് പിന്നെ ഈ പേര് പോയിട്ട് പിന്നെ എങ്ങനെയാണ് നോബൽ മാത്യുവിന്റെ പേര് അവിടെ നിന്ന് വെട്ടപ്പെടുന്നത്? എങ്ങനെയാണത്? അത് ഇവർ കോർ കമ്മിറ്റിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ കോർ കമ്മിറ്റി അംഗങ്ങൾ അവരുടെ സ്ഥാനങ്ങളൊക്കെ അങ്ങ് വിധിച്ചെടുക്കും. ബാക്കിയുള്ളവരൊക്കെ കോർ കമ്മിറ്റി ആയില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനമൊന്നും കിട്ടത്തില്ല. അതായത് ഗ്രൂപ്പ് വീതം വെപ്പാണോ? ഗ്രൂപ്പ് വീതം വെപ്പുണ്ട് അതിനകത്ത്. അതാണല്ലോ ഇങ്ങനെ ഇപ്പം വന്നിരിക്കുന്നത്. എന്താണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തീരുമാനം? എങ്ങനെയാണ്? മറ്റ് പാർട്ടികളിൽ നിന്നോ മുന്നണികളിൽ നിന്നോ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? എന്തെങ്കിലും തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടുണ്ടോ? അല്ല, അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ചിലരൊക്കെ വിളിച്ചിട്ടുണ്ട്. പലരും മറ്റു പാർട്ടിക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ എന്നെ ഒരു പ്രകോപിതനാക്കി ഇന്നലെ തീരുമാനം. അതുകൊണ്ട് ഇപ്പം എന്നെ BJP-ക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ള ഒരു ലൈനിലേക്ക് പോകും. അപ്പം എന്തായാലും നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുത്തിട്ടില്ല. അത് തന്നെയാണ്. അതായത് BJP-യിൽ നിന്ന് പുറത്തേക്കാണ് എങ്കിലും നിരവധി ആളുകൾ, അതായത് മറ്റു മുന്നണിയിൽ നിന്ന ആളുകളൊക്കെ തന്നെയും ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നോബൽ മാത്യു വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജെറിക്കൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.